നമസ്കാരം. മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ LP UP റിവിഷൻ സീരീസ് ആരംഭിക്കുവാണ്. അപ്പോൾ UP പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? അപ്പം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞ 2 ടോപ്പിക്സ് ഇന്നത്തേക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഞാൻ പരീക്ഷ ഇടും എന്ന് പറഞ്ഞത് ഊർജ്ജ പരിപാലനവും അളവുകൾ യൂണിറ്റുകളുമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഊർജ്ജ പരിപാലനത്തിന്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. കുറേ പേര് രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊർജ്ജ പരിപാലനം എന്ന ടോപ്പിക്ക് LP UP സിലബസിൽ അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈവൻ LDC ആണെങ്കിലും മറ്റു പരീക്ഷകളാണെങ്കിലും അങ്ങനെ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഊർജ്ജം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഊർജ്ജ പരിപാലനം കൂടി നോക്കണം. 10ാം ക്ലാസ്സിലെ SCRT ചാപ്റ്റർ അല്ലെ, SCRT 10ാം ക്ലാസ്സിലെ ഊർജ്ജ പരിപാലനം എന്ന ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ടോപ്പിക് ആദ്യം അതായത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഈ ഒരു ക്ലാസ് ഒരു റിവിഷൻ ആയിട്ട് കാണുക. നിങ്ങൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കാണാം. അല്ലാതെ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ള ആൾക്കാർ നല്ല സ്ലോ ആയിട്ട് തന്നെ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് ആവശ്യത്തിന് എന്താ പറയുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ എനർജി എന്താണെന്ന് അറിയണം അല്ലെ. നമ്മൾ പൊതുവെ ഊർജ സ്രോതസ്സുകളെ ബ്രൗൺ അതുപോലെ ഗ്രീൻ ഈ 2 വിഭാഗങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ബ്രൗൺ എനർജിയും ഗ്രീൻ എനർജിയും. പൊതുവെ ബ്രൗൺ എനർജി എന്ന് പറയുന്നത് പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന ഊർജ സ്രോതസ്സുകളാണ്. നമുക്ക് അതിന്റെ SCRT ഫാക്ട്സ് നോക്കാം. അതിനു മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ആദ്യം നോക്കാം. അപ്പൊ ആദ്യം അത്രയും പോയിന്റ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. പരിസര മലിനീകരണം അതായത് ആ ഒരു ഊർജ്ജ സ്രോതസ് ഉപയോഗിക്കുന്ന സമയത്ത് പരിസ്ഥിതിക്ക് മലിനമാകുന്ന രീതിയിലുള്ള വാതകങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണ് ബ്രൗൺ എനർജി വിഭാഗത്തിൽ. ഗ്രീൻ എനർജി വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ പരിസര മലിനീകരണം സൃഷ്ടിക്കാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് ഗ്രീൻ എനർജി വിഭാഗത്തിൽ. അപ്പൊ സൗരോർജ്ജം നോക്കൂ. സൗരോർജ്ജം ഗ്രീൻ ആണ് അല്ലെ. സൗരോർജ്ജം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പരിസര മലിനീകരണവും ഉണ്ടാവുന്നില്ല. അതേപോലെയാണ് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. അതും പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല, ഗ്രീൻ എനർജിയാണ്. ആണവോർജ്ജം അതേസമയം നോക്കൂ. ആണവോർജ്ജത്തിന്റെ ഫലമായിട്ട് കുറെ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് ഒക്കെ. അപ്പൊ അത് പരിസര മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ട്, ബ്രൗൺ എനർജിയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആയിരിക്കെ. ജലോർജ്ജം. ജലം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിസര മലിനീകരണമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ജലം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഗ്രീൻ എനർജി വിഭാഗത്തിൽപ്പെടുന്നു. അപ്പൊ ഈ ബ്രൗൺ എനർജിയും ഗ്രീൻ എനർജിയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഹരിതോർജ്ജം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ചൂട് നീരുറവകളില്ലേ അവയിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ നമ്മൾ പൊതുവെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നത്, ഹരിതോർജ്ജ വിഭാഗത്തിൽ അഥവാ ഗ്രീൻ എനർജി വിഭാഗത്തിലാണ്. ഇവയ്ക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ക്ലീൻ എനർജി. പൊതുവെ നമ്മൾ പറയും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെ. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ആൾക്കാർ. ഇപ്പൊ സൗരോർജ്ജമാണെങ്കിൽ ഉപയോഗിച്ച് തീരുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല അല്ലെ. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് ഹരിതോർജ്ജ വിഭാഗത്തിൽ. അതേസമയം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഞാൻ പറഞ്ഞു പരിസര മലിനീകരണം സൃഷ്ടിക്കുക ഇല്ലേ. അതായത് ഇപ്പം ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം ഇവയൊക്കെ കത്തുന്ന സമയത്ത് പല രീതിയിലുള്ള മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. ആണവോർജ്ജം ഉപയോഗിക്കുമ്പം ആണവ വികിരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പൊതുവെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ആൾക്കാർ അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പെട്രോളിയം അതുപോലുള്ള കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ ഭൂമിയിൽ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ അവ നല്ല രീതിയിൽ പരിസര മലിനീകരണവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഇപ്പൊ ഗ്രീൻ എനർജി വിഭാഗത്തിൽ ഏതൊക്കെയാണ്, സൗരോർജ്ജം പറഞ്ഞു, അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, അതുപോലെ ജിയോ തെർമൽ ഊർജ്ജമുണ്ട്, ജലം ഇതൊക്കെ എന്താണ്, ഗ്രീൻ എനർജിയാണ്. ഫോസിൽ ഇന്ധനങ്ങളും ആണവോർജ്ജവും ബ്രൗൺ എനർജി. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, ഊർജ്ജ സ്രോതസ്സുകളെ പൊതുവെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ക്ലാസിഫൈ ചെയ്യാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ആൾക്കാരും പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത ആൾക്കാരും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ഞാനിപ്പോ പറഞ്ഞ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, ജിയോ തെർമൽ. നമ്മൾ പറഞ്ഞ ഹരിതോർജ്ജം മൊത്തം എന്താണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. വെട്ടിയതല്ല കേട്ടോ, അടിയിലൂടെ വരച്ചപ്പോൾ കയറിപ്പോയതാണ്. അതേസമയം ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ ഉണ്ടാവാത്ത ആൾക്കാരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അതുപോലെ ന്യൂക്ലിയർ ഊർജ്ജം ഉണ്ടോ, യുറേനിയം ഒന്നും അങ്ങനെ പിന്നീട് എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. സോ ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം ഇവയെല്ലാം എന്താണ്,
പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ആൾക്കാരെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയും. പാരമ്പര്യം ഒരിക്കൽ പോയാൽ പിന്നെ കിട്ടൂല എന്നൊക്കെ പറയൂലേ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളപ്പം ബ്രൗൺ എനർജി പഠിച്ചു, ഗ്രീൻ എനർജി പഠിച്ചു, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവരെ പഠിച്ചു, കഴിയാത്ത ആൾക്കാരെ പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തെറ്റായ പ്രസ്താവന ഏത്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ഊർജം വൈദ്യുതോർജ്ജമാണ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ഇന്ധനം വിറകാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ രൂപങ്ങളിൽ ഇന്ധനങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളാണ് ഇന്ധനങ്ങൾ. ശരിയാണ് അല്ലേ? ജ്വലനം, ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനമാണ് ജ്വലനം എന്ന് പറയുന്നത്. അങ്ങനെ കത്തുന്ന സമയത്ത് താപം പുറത്തുവിടുന്ന ആൾക്കാരെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ഊർജം വൈദ്യുതോർജ്ജമാണോ? തെറ്റാണ്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ചത് താപോർജ്ജമാണ് കേട്ടോ, താപോർജ്ജമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ഇന്ധനം എന്ന് പറയുന്നത് വിറകാണ്. അതും ശരിയാണ്. ഖരം, ദ്രാവകം, വാതകം, ഖരം, വാതകം, ദ്രാവകം എന്നീ രൂപങ്ങളിൽ ഇന്ധനങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ് അല്ലെ? ഖരരൂപത്തിലുള്ള ഇന്ധനം ഏതാണ്? നമ്മൾ പറയുന്ന വിറക്. അതുപോലെ ചാണകവറളി, നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉണക്ക ചാണകം ഇന്ധനമായിട്ട് ഉപയോഗിക്കും. അതുപോലെ വാതക രൂപത്തിലുള്ള ഇന്ധനം ഏതൊക്കെയാണ്? LPG, ബയോഗ്യാസ് അല്ലെ? LPG, ബയോഗ്യാസ് അതെല്ലാം വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. പ്രകൃതിവാതകം അതൊക്കെ. ദ്രാവകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ ഇതൊക്കെ എന്താണ്? ദ്രാവക രൂപത്തിലാണ്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. അപ്പൊ ഈ ഇന്ധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. ഇന്ധനങ്ങൾ പൊതുവെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ധനം എന്ന് പറയുന്ന വിറകാണ്. ആദ്യമായി നിർമ്മിച്ച ഊർജം എന്ന് പറയുന്നത് താപോർജ്ജമാണ്. പൂർണ്ണ ജ്വലനം. അപ്പൊ ഇന്ധനങ്ങൾ രണ്ട് രീതിയിലാണ് ജ്വലിക്കുന്നത്. പൂർണ്ണ ജ്വലനവുമുണ്ട്, ഭാഗിക ജ്വലനവുമുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പൂർണ്ണ ജ്വലന ഫലമായി ഉണ്ടാകുന്ന വാതകം. അപ്പൊ ഇന്ധനങ്ങൾ പൂർണ്ണ ജ്വലനം നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും. പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത് ആവശ്യത്തിന് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ജ്വലനമാണ്. അതായത് പൂർണ്ണമായിട്ടും ജ്വലിക്കും. കത്താൻ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ഇന്ധനം ജ്വലിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒപ്പം നീരാവിയും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഒരു വിഷവാതകമൊന്നും അല്ല അല്ലെ? അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമാണ്. പക്ഷെ എന്നാലും വിഷവാതകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് പൂർണ്ണ ജ്വലനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണ ജ്വലന ഫലമായി ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഇന്ധനങ്ങളുടെ ജ്വലനത്തെ നമ്മൾ രണ്ട് രീതിയിൽ പറയാം. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണേ, തെറ്റിക്കരുത്. ജ്വലന ഫലമായി ഉണ്ടാവുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞത്. ജ്വലനത്തിന് സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഒരു ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ച് താപോർജ്ജവും പ്രകാശോർജ്ജവും ഒക്കെ ഉണ്ടാവുന്ന പ്രക്രിയയാണ് ഇന്ധനങ്ങളുടെ ജ്വലനം. രണ്ട് രീതിയിലാണ് ജ്വലനം എന്ന് പറഞ്ഞു. പൂർണ്ണ ജ്വലനം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകും. പക്ഷേ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഭാഗിക ജ്വലനമായിരിക്കും നടക്കുക. അവിടെ കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അറിയാലോ കാർബൺ മോണോക്സൈഡ് എന്തുമാത്രം അപകടകാരിയാണെന്ന്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിക്കും. കാർബോക്സി ഹീമോഗ്ലോബിൻ ആവൂലേ, അതിന് ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പൊ മരണം വരെ സംഭവിക്കും. പിന്നെ അതുപോലെ കരി അവശേഷിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഭാഗിക ജ്വലനം. അപ്പൊ ഏതാ നല്ലത്? പൂർണ്ണ ജ്വലനമാണ് അല്ലെ നല്ലത്? പൂർണ്ണ ജ്വലനമാണ്. അപ്പൊ ഇന്ധനങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയാ ഉണ്ടാവുന്ന മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും. പൂർണ്ണ ജ്വലനം നടക്കണമെങ്കിൽ നല്ല ഉണങ്ങിയ ഇന്ധനങ്ങളായിരിക്കണം, നല്ല ഇന്ധനമായിരിക്കണം. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണം. പിന്നെ നല്ല ചൂടായിട്ട് വേണം, ആ കൃത്യമായ താപനിലയിൽ എത്തിയിട്ട് വേണം ജ്വലിക്കാൻ വേണ്ടി. ഇതൊന്നുമില്ലാതെ നനഞ്ഞ വിറകും അതുപോലെ ആവശ്യത്തിന് ഓക്സിജൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നടക്കുന്നത് ഭാഗിക ജ്വലനമായിരിക്കും. പൂർണ്ണ ജ്വലനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ധനം കത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് താപോർജ്ജം കിട്ടും. അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അപകട സാധ്യതയൊന്നുമില്ല അല്ലെ? കാർബൺ മോണോക്സൈഡ് അല്ല, പൂർണ്ണ ജ്വലനം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായ രീതിയിൽ ഉണ്ടാവില്ല. അതേസമയം ഭാഗിക ജ്വലനമാണെങ്കിൽ നോക്കൂ, ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ഭാഗിക ജ്വലന ഫലമായി ഉണ്ടാവുന്ന വാതകം ഏതാണ്? ആൻസർ വരുന്നത് ഭാഗിക ജ്വലന ഫലമായി ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ഓപ്ഷൻ ബി. ഒരു ഇന്ധനത്തിന്റെ ഭാഗിക ജ്വലനം നടക്കുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് ആണ് ആൻസർ. ഭാഗിക ജ്വലനം നടക്കുമ്പോൾ ആവശ്യമായിട്ട് ഓക്സിജൻ കിട്ടില്ല.
അതുപോലെ ഇന്ധനം ചിലപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയ വിറകൊന്നും ആയിരിക്കണം എന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും കത്തില്ല, അവിടെ നല്ല രീതിയിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതുപോലെ ഇന്ധന നഷ്ടം അല്ലെ, പൂർണ്ണമായി ഇന്ധനം കത്താത്തത് കൊണ്ട് ഇന്ധന നഷ്ടവും ഉണ്ടാകും. SCRT ഫാക്റ്റ് ആണ്, SCRT ടേബിളും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പൂർണ്ണ ജ്വലനം എന്താ, ഭാഗിക ജ്വലനം എന്താന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. പൂർണ്ണ ജ്വലന ഫലമായി ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഭാഗിക ജ്വലന ഫലമായി ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്, കാർബൺ മോണോക്സൈഡും കരിയുമാണ്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ധനങ്ങളുടെ ജ്വലനവും നമ്മൾ പഠിച്ചേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആൻസർ പറയണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഇന്ധനം ഏതാ മക്കളെ? ഇതിലേതാണ് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവുന്നത്? കൽക്കരി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, പെട്രോളിയം കഴിയില്ല, പ്രകൃതിവാതകം കഴിയില്ല. പക്ഷേ ബയോമാസ്, വിറക്, അതുപോലെ ജൈവ ഇന്ധനങ്ങളൊക്കെ ബയോമാസിൽ പെടുന്നതാണ്, പുനഃസ്ഥാപിക്കാൻ സാധിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, തെറ്റിക്കരുത്. അപ്പൊ വിവിധ തരം ഇന്ധനങ്ങളിൽ നമ്മളിപ്പോ പഠിച്ചത്, നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും കഴിയുന്നതൊക്കെ പഠിച്ചു. ഇനി അതിൽ ചിലത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആൾക്കാരാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോസിൽ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ. അവയ്ക്ക് മേലെ മണ്ണ് വരും. അപ്പൊ അങ്ങനെ ആ അതിതീവ്രമായ മർദ്ദത്തിനും താപത്തിനൊക്കെ അടിമപ്പെട്ട് അവയിൽ നിന്നുണ്ടാകുന്ന ഇന്ധനങ്ങളാണ് എന്ത്? ഈ സസ്യാവശിഷ്ടങ്ങളിൽ നിന്നും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രധാനികൾ ആരൊക്കെയാണ്? നമ്മുടെ കൽക്കരിയും പെട്രോളിയം ഒക്കെയാണ് അല്ലെ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവയൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇവ എന്താണ് മക്കളെ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപങ്ങളാണ്. ഇനി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം ഏതാ? ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത് കൽക്കരിയാണ്. തെറ്റിക്കരുത്, കൽക്കരിയാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനം കൽക്കരി, ഓപ്ഷൻ എ ആണ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള, ഇനി കൽക്കരി ആണെന്ന് പറഞ്ഞു, കൽക്കരി സസ്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് കേട്ടോ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടായത്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ് 80% ഇതിൽ കാർബൺ അടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിട്ടുള്ളത് പീറ്റും. നമുക്കതൊന്ന് നോക്കാം. അപ്പൊ കൽക്കരി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. PSC ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കൽക്കരിയുടെ പ്രധാന ഘടകം ഏതാണ്? കാർബൺ ആണ്. കൽക്കരിയുടെ പ്രധാന ഘടകം ഏതാണ്? കാർബൺ ആണ്. കാർബൺ അടങ്ങിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൽക്കരിയെ 4ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസെറ്റ് എന്നിവയാണ് കേട്ടോ. ഇവ നമ്മൾ കൽക്കരിയെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതുപോലെ എന്താ പറയുക, വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്തിട്ടാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിർമ്മിക്കുന്നത് കൽക്കരിയെ സ്വേദനം ചെയ്തിട്ടാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർക്കാം. അപ്പൊ കൽക്കരി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിട്ടുള്ളത് പീറ്റ് ആണ്. ആന്ത്രാസൈറ്റിൽ 80% കാർബൺ ഉണ്ട്. രണ്ടാമത്തെ ആള് ബിറ്റുമിനസ് ആണ്, എ കഴിഞ്ഞാൽ ബി, 60%. പിന്നെ ലിഗ്നൈറ്റ്, എൽ ആണ്, 50% കാർബൺ. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിട്ടുള്ളത് പീറ്റിലാണ്, 40%. അപ്പൊ അത് കറക്റ്റ് ഓർത്ത് വെക്കണേ. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൽക്കരിയാണ്. കൽക്കരിയുടെ പ്രധാന ഘടകം കാർബൺ ആണ്. കൽക്കരിയെ സ്വേദനം ചെയ്തിട്ടാണ് അല്ലെ കോൾ ഗ്യാസ്, അതുപോലെ അമോണിയ ഒക്കെ ഉണ്ടാക്കുന്നത്. കാർബൺ അടങ്ങിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, അതുപോലെ ലിഗ്നൈറ്റ്, പീറ്റ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത് ആന്ത്രാസൈറ്റിലും ഏറ്റവും കുറവ് പീറ്റിലുമാണ്. കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, LPGയിലെ വാതചോർച്ചയല്ല കേട്ടോ, വാതക ചോർച്ചയാണ്. വാതക ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥം. LPGയിൽ വാതക ചോർച്ചയുണ്ടോ? അതായത് LPG ലിക്വിഡ് പെട്രോളിയം അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, പ്രത്യേകിച്ച് യാതൊരു മണവും ഇല്ല. LPGയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? LPGയുടെ പ്രധാന ഘടകം അത് ബ്യൂട്ടേൻ ആണ് കേട്ടോ. ബ്യൂട്ടേനും ഉണ്ട്, പ്രൊപ്പേനും ഉണ്ട്. പക്ഷെ പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ ബ്യൂട്ടേൻ ആണ്. അപ്പൊ LPGയിൽ വാതക ചോർച്ചയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ വേണം അല്ലെ, സ്മെല്ല് വേണം. ആ സ്മെല്ലിന് വേണ്ടി ചേർക്കുന്ന സാധനമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഏതാണ് സാധനം? ഈഥൈൽ മെർക്യാപ്റ്റൻ. നോക്കൂ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം.
LPG കിട്ടുന്നത് പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോഴാണ് കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പെട്രോളിയത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം ചെയ്യുമ്പോഴാണ് ഓരോന്നിന്റെയും തിളനിലയിൽ വെച്ച് അത് ബാഷ്പീകരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് അംശിക സ്വേദനം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? LPG കിട്ടുന്നത്. LPGക്ക് നിറമോ മണമോ രുചിയോ ഒന്നുമില്ല. സോ അത് എന്താ പറയുക, വാതക ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അറിയണോ അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പൊട്ടിത്തെറിയും അപകടവും ഒക്കെ ഉണ്ടാവും. അതിനു വേണ്ടി ചേർക്കുന്ന സാധനമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ആ ഒരു മണത്തിന് വേണ്ടി ചേർക്കുന്ന ആളാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. തെറ്റിക്കരുതേ. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. LPGയുടെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. ഇനി നോക്കൂ, LPG നമുക്ക് ആ വീട്ടിലൊക്കെ ഇല്ലേ സിലിണ്ടർ അല്ലെ, സിലിണ്ടർ ചില സമയത്ത് നമുക്ക് ലീക്ക് ആവും, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കായി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏകദേശം ഒരു 3% LPG ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടും. അപ്പൊ സ്മെല്ല് കിട്ടണമെങ്കിൽ 3% വേണം. പക്ഷെ അപകടം എന്താ അറിയോ? വെറും 2% സാന്നിധ്യം അന്തരീക്ഷത്തിൽ LPGയുടെ ഉണ്ടായാൽ പോലും തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള കാരണം LPG എന്ന് പറയുന്നത് വായുവിനേക്കാൾ സാന്ദ്രതയുണ്ട്. അപ്പൊ LPG ലീക്ക് ആയി കഴിഞ്ഞാൽ സാന്ദ്രത കൂടിയത് അടിയിലുണ്ടാവും. LPG ആയിരിക്കും അടിയിൽ മൊത്തം. വായുവിന് സാന്ദ്രത LPGയേക്കാൾ കുറവായതുകൊണ്ട് വായു മുകളിലേക്ക് പോകും. അപ്പൊ നമ്മൾ സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കത്തിക്കോ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തുണ്ടാകും? തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം LPGയുടെ മണം അനുഭവപ്പെടണമെങ്കിൽ 3% വേണം. പക്ഷേ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണമെങ്കിൽ വെറും 2% സാന്നിധ്യം മതി. ഇനി എന്താണ് ഈ ബ്ലവി? ബ്ലവിയുടെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണേ. ബ്ലവി, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. പഠിച്ചു വെക്കണം. ബ്ലവി, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഗ്യാസ് പൊട്ടിത്തെറിക്കുക, അത്രയേ ഉള്ളൂ നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞാല്. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം നമുക്കറിയാലേ, ഒരു വാതകത്തെയാണ് മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി സിലിണ്ടറിൽ വെച്ചിരിക്കുന്നത്. അതാണല്ലോ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പൊ വാതകത്തിന് നല്ല രീതിയിൽ വ്യാപ്തം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെ അടിച്ചമർത്തി മർദ്ദം പ്രയോഗിച്ചിട്ടാണ് ഈ സിലിണ്ടറിൽ കയറ്റിയിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ താപനില കൂടുകയാണ്, ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണ്. പുറത്തുനിന്നുള്ള ആ ലീക്കേജ് കൊണ്ട് ഒരു തീപിടുത്തം ഉണ്ടായാൽ താപനില കൂടും. സിലിണ്ടറിന്റെ താപനില കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വസ്തുക്കൾ വികസിക്കും. താപീയ വികാസം പഠിച്ചിട്ടില്ലേ? വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം. താപനില കൂടുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം. അപ്പൊ താപീയ വികാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിനുള്ളിലെ ദ്രാവകം അങ്ങ് വാതകമാവും, നന്നായിട്ട് വികസിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 250 മടങ്ങാണ് വികസിക്കാനുള്ള കഴിവ്. അത്രയും മടങ്ങ് വികസിച്ചാൽ താങ്ങാൻ സിലിണ്ടറിന് പറ്റുമോ? അതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഉഗ്രസ്ഫോടനത്തെയാണ് നമ്മൾ ബ്ലവി എന്ന് പറയുന്നത്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ക്ലിയർ ആയോ? അപ്പം അന്തരീക്ഷ വായുവിൽ LPGയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ, LPGക്ക് സാന്ദ്രത കൂടുതലാണ്, ആ മുറിയുടെ അടിഭാഗം മുഴുവൻ LPG ആയിരിക്കും, വായു മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്പാർക്ക് ഉണ്ടായാൽ തീപിടുത്തം ഉണ്ടാവും. ഈ തീപിടുത്തം ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ആ സിലിണ്ടറിനുള്ളിലെ ആ നമ്മൾ ദ്രാവകമാക്കി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ താപനില കൂടും, അത് നന്നായിട്ട് വികസിക്കും. വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ്? വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവും. ഇതാണ് ബ്ലവി. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണേ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മുടെ LPGയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു LPG സിലിണ്ടറിന് മുകളിൽ A24 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. A24 ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു LPG സിലിണ്ടറിന്റെ മുകളിൽ A24 എന്ന് രേഖപ്പെടുത്തിയാൽ അത് സിലിണ്ടറിന്റെ ഭാരത്തെയാണോ, സിലിണ്ടറിലുള്ള വാതകത്തിന്റെ ക്വാളിറ്റിയാണോ, സിലിണ്ടറിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണോ, സിലിണ്ടറിന്റെ കാലാവധിയാണോ? ആൻസർ വരുന്നത് സിലിണ്ടറിന്റെ കാലാവധിയാണ് കേട്ടോ മക്കളെ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഒരു LPG സിലിണ്ടർ നോക്കൂ, ഇവിടെ B13 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഈ 13 എന്ന് പറയുന്ന വർഷമാണ്. ഈ 13 എന്ന് പറയുന്നത് വർഷമാണ്. അതായത് 2013 വരെയാണ് ഇതിന്റെ കാലാവധി. വർഷം പ്രകാരം B13 എന്ന് എഴുതിയിരിക്കുന്നതിൽ 13 എന്ന് പറയുന്നത് വർഷമാണ്, വർഷം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് LPG സിലിണ്ടറിന്റെ കാലാവധിയാണ് അല്ലെ. അപ്പൊ 13 എന്ന് പറയുന്നത് വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2013 വരെയാണ് വർഷം ഇതിന്റെ കാലാവധി. B എന്ന് പറയുന്നത് മാസത്തെയാണ്. അതായത് ഇപ്പം A എന്നാണ് രേഖപ്പെടുത്തിയെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ A24 എന്നാണ് രേഖപ്പെടുത്തിയതെങ്കിൽ A എന്ന് പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയാണ്. 2024 മാർച്ച് അവസാനത്തെ മാസമാണ് നമ്മൾ എടുക്കുക. മാർച്ച് വരെയാണ് കാലാവധി എന്നാണ്. ഇവിടെ B നോക്കൂ, ഏപ്രിൽ മുതൽ ജൂൺ വരെ. അപ്പൊ ഈ സിലിണ്ടറിന്റെ കാലാവധി എപ്പോഴാണ്? 2013 വർഷം,
ഏപ്രിൽ മുതൽ ജൂൺ വരെ, ജൂൺ വരെയാണ് കാലാവധി. സി എന്നാണെങ്കിൽ അടുത്ത 3 മാസം, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. ഡി എന്നാണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. അപ്പോൾ ഒരു സിലിണ്ടറിന് മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് വർഷത്തെയാണ്. വർഷത്തിന്റെ അവസാനത്തെ 2 ഡിജിറ്റ്സ് ആണ്. അതേസമയം ആ ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്നത് 3 മാസങ്ങൾ വീതമാണ്. എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ, ബി ആണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ, സി ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ, ഡി എന്നാണെങ്കിൽ എന്താണ്, ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. അപ്പൊ B13 എന്നാണെങ്കിൽ 2013 ജൂൺ വരെ കാലാവധി എന്നാണ് അർത്ഥം. അടുത്ത് നോക്കൂ, പ്രകൃതിവാതകത്തിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനമല്ലാത്തത് ഏത്? CNG, LNG, LPG. CNG ആൻഡ് LNG. പ്രകൃതിവാതകത്തിന്റെ 2 പ്രധാന ഘടകങ്ങളാണ് CNGയും LNGയും. ഏതൊക്കെയാണ് പ്രകൃതിവാതകത്തിന്റെ ഘടകങ്ങൾ? CNG, LNG. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG അതിനെ ലിക്വിഫൈ ചെയ്യുന്നത്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ CNGയും LNGയുമാണ് പ്രകൃതിവാതകത്തിന്റെ ഘടകങ്ങൾ. LPG എന്ന് പറയുന്നത് പെട്രോളിയത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന സാധനം. സോ ഇതില് പ്രകൃതിവാതകത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമല്ലാത്തത് LPG ആണ്. നോക്കൂ, പെട്രോളിയത്തോടൊപ്പം കിട്ടുന്ന ഒരാളാണ് ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത്. പെട്രോളിയത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന സാധനമാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന 2 ഇന്ധനങ്ങൾ CNGയും LNGയും, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും. അപ്പൊ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമാണ് പ്രകൃതിവാതകത്തിന്റെ ഘടകങ്ങൾ. ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ദ്രവീകരിച്ച് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതിന് പിന്നീട് നമുക്ക് വാതകമാക്കി വീണ്ടും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആക്കി പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യാനും പറ്റും. ഇനി ഇതിലെ പ്രധാന ഘടകം ഏതെന്ന് PSC ചോദിക്കാറുണ്ട്. മീഥേൻ ആണ്. പ്രകൃതിവാതകത്തിന്റെ പ്രധാന ഘടകം ഏതാണ്? മീഥേൻ. കൽക്കരിയുടെ പ്രധാന ഘടകം ചോദിച്ചാൽ കാർബൺ, പ്രകൃതിവാതകത്തിന്റെ പ്രധാന ഘടകം മീഥേൻ ആണ്. തെറ്റിക്കരുതേ, മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം. അടുത്ത നമ്മൾ ബയോഗ്യാസിലേക്ക് വന്നു. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മീഥേൻ ആണ് കേട്ടോ. ബയോഗ്യാസിലെ പ്രധാന ഘടകവും മീഥേൻ തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജൈവാവശിഷ്ടങ്ങളൊക്കെ ആ പ്ലാന്റിൽ നിക്ഷേപിക്കാം. അവിടെ അത് ഓക്സിജന്റെ അഭാവത്തിൽ, അല്ലെ, ഓക്സിജൻ ഉണ്ടാവില്ല പ്ലാന്റിൽ, അങ്ങനെ ബാക്ടീരിയകൾ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാവുന്നത്. ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും പ്രധാന ഘടകം എന്ന് വിശേഷിപ്പിക്കുന്ന ഏതിനെയാണ്? നമ്മൾ മീഥേനെയാണ് കേട്ടോ. PSC ചോദിക്കാറ് മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന വേസ്റ്റ്, അതിന്റെ പേരാണ് സ്ലറി. ആ വേസ്റ്റ് എന്ന് പറയുന്ന നല്ല ചെടിക്കൊക്കെ ഉപയോഗിക്കാൻ നന്നായിട്ട് പറ്റുന്ന ഒരു വളമാണ്. അപ്പം ഇതിനെ ബയോമാസ് എന്ന് പറയുന്നത് എന്താണ്? ജൈവാവശിഷ്ടങ്ങളിലൊക്കെ പെടുന്ന സാധനമാണ് ഈ ബയോമാസ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റ് ഒക്കെ. അപ്പൊ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഗ്യാസ് ആക്കി മാറ്റാം. അത് നല്ല കലോറിക് മൂല്യമുള്ള, നമുക്ക് ചോറും ചായയൊക്കെ തിളപ്പിക്കാൻ പറ്റുന്ന ഗ്യാസ് ആണ്. അതേസമയം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നും ഇല്ല. അപ്പൊ അതാണ് ബയോഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്ധനക്ഷമതയുടെ യൂണിറ്റ്. ഇന്ധനക്ഷമത എന്ന് പറയുന്ന ഒരു ഇന്ധനം എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്ന് കാണിക്കുന്ന പദമാണ്. അപ്പൊ ഇന്ധനക്ഷമതയുടെ യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ധനക്ഷമതയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് ഇത്ര കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ ഇത്ര കിലോ ജൂൾ താപം കിട്ടും എന്ന അടിസ്ഥാനമാണ് കേട്ടോ. അപ്പൊ ഇന്ധനക്ഷമതയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ ഇന്ധനക്ഷമത പ്രസ്താവിക്കുന്നത് കലോറിക് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ഈ കലോറിക് മൂല്യം? 1 കിലോഗ്രാം ഇന്ധനം എടുക്കുക, വിറകാണെങ്കിൽ 1 കിലോഗ്രാം വിറകെടുക്കുക. അത് പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിനെയാണ് അതിന്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഇന്ധനം എടുത്തിട്ട് അത് പൂർണ്ണമായി കത്തുന്ന സമയത്ത് പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിനെ അതിന്റെ കലോറിക് മൂല്യം എന്ന് പറയും. ആ കലോറിക് മൂല്യത്തിന്റെ യൂണിറ്റ് ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ ഇന്ധനക്ഷമത പ്രസ്താവിക്കുന്നത് കലോറിക് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിനെയാണ്, എത്രത്തോളം താപോർജ്ജം നമുക്ക് കിട്ടുന്നുണ്ട് എന്നതിന്റെ അളവിനെയാണ് കലോറിക് മൂല്യം എന്ന് പറയുന്നത്. കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ഇനി ചില ഇന്ധനങ്ങളും അവയുടെ കലോറിക് മൂല്യം പഠിച്ചു വെക്കണം. ഏറ്റവും കലോറിക് മൂല്യം കൂടിയ ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ. പക്ഷെ ഹൈഡ്രജൻ നോക്കൂ, 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. പക്ഷെ ഉയർന്ന സ്ഫോടക സാധ്യതയുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ നമ്മുടെ വീട്ടില് പാചകത്തിനൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എന്താ? ഉയർന്ന കലോറിക് മൂല്യമുണ്ട്, നല്ല രീതിയിൽ താപോർജ്ജമൊക്കെ കിട്ടും, പക്ഷെ സ്ഫോടന സാധ്യത കൂടുതലാണ്. CNG 50,000 ഉള്ളൂ.
വളരെ മോശപ്പെട്ട, വളരെ കുറച്ച് താപോർജ്ജം കിട്ടുന്ന ഒരാളാണ് ചാണകവറളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖര ഇന്ധനങ്ങളിൽ ഒന്നാണ് ഈ ഉണക്ക ചാണകം. അത് കത്തിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ചിലപ്പോൾ പൊല്യൂഷനും ഉണ്ടാവും. പക്ഷേ ചൂട് നോക്കൂ, 6000 മുതൽ 8000 കിലോ ജൂൾ പെർ കിലോഗ്രാമേ ഉള്ളൂ. അപ്പോൾ 1 കിലോഗ്രാം കത്തിച്ചാൽ വരെ ഇത്രേ കിട്ടൂ. അപ്പം അതുകൊണ്ട് എന്താണ്, വളരെ മോശം കലോറിക് മൂല്യമുള്ള ഒരു ഇന്ധനമാണ് ചാണകവറളി. അപ്പോൾ ജസ്റ്റ് ഈ ഹൈഡ്രജനും ചാണകവറളിയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ഉയർന്ന കലോറിക് മൂല്യമുള്ള ഇന്ധനത്തെയാണ് നമ്മൾ ഹൈഡ്രജൻ, അല്ലെ, ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ, ഭാവിയുടെ ഇന്ധനം എന്നൊക്കെ പറയും. പക്ഷെ എളുപ്പം കത്താൻ സാധ്യതയുണ്ട്, അതുപോലെ സ്ഫോടന സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടിനാണെങ്കിലും പാചകത്തിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ അത് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ പാചകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന ക്രമീകരണമാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കാനുള്ള ക്രമീകരണത്തിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഒരു നല്ല ഇന്ധനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം, അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടണം. നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടാത്തൊരു സാധനമാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ചെലവ് കുറവായിരിക്കണം, നമുക്കത് വലിയ പൈസ കൊടുത്തിട്ടല്ല, നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം. നല്ല രീതിയിൽ ചൂട് കിട്ടണം, ഉയർന്ന കലോറിക് മൂല്യം ഉണ്ടായിരിക്കണം, അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, നമുക്കത് നല്ല വൃത്തിയായിട്ട് സംഭരിച്ചു വെക്കാൻ സാധിക്കണം. അതുപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആവിയായി പോകുന്ന ഇന്ധനമാവരുത്, അല്ലെ. ദ്രവ ഇന്ധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആവിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ തീപിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഇന്ധനമായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, സംഭരിച്ചു വെക്കാൻ സാധിക്കണം, ഉയർന്ന കലോറിക് മൂല്യം ഉണ്ടായിരിക്കണം, അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം. ഇതെല്ലാമാണ് ഒരു ഇന്ധനത്തിന്റെ ഗുണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ഥിതികോർജം ഗതികോർജമാവുന്നു, അത് യാന്ത്രികോർജമാവുന്നു, പിന്നീട് വൈദ്യുതോർജമാവുന്നു. ഇത് എവിടെ നടക്കുന്ന ഊർജ്ജമാറ്റമാണ്? തെർമൽ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ്. അപ്പൊ സ്ഥിതികോർജം, ആദ്യം സ്ഥിതികോർജം ഉണ്ട്, ഉയരത്തിലുള്ള വസ്തുവിനുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജം, സ്ഥാനം മൂലമുള്ള ഊർജ്ജം. അത് പിന്നെ ചലിക്കുമ്പോൾ ഗതികോർജമാകും, ആ ഗതികോർജത്തെ യാന്ത്രികോർജമാക്കും, അതിനെ പിന്നെ വൈദ്യുതോർജമാക്കും. എവിടെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. നമുക്കറിയാം, ഉയരത്തിൽ ഡാംസ് കെട്ടിയിട്ട് വെള്ളം ഉയരത്തിൽ ശേഖരിച്ചു വെക്കും. അപ്പോൾ വെള്ളത്തിനുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജം. അത് പിന്നെ പൈപ്പിലൂടെ താഴേക്ക് ഒഴുക്കും, അല്ലെ, ചെറിയ പൈപ്പിലൂടെയൊക്കെ താഴോട്ട് ഒഴുക്കും. അപ്പോൾ അത് ചലിക്കാൻ തുടങ്ങും, ഗതികോർജമാകും. ഉയരത്തിലുള്ള വസ്തുവിനുള്ള വെള്ളത്തിനുണ്ടായിരുന്ന സ്ഥിതികോർജം ഗതികോർജമായി. ഈ ഒഴുകുന്നിടത്ത് ടർബൈൻ വെക്കും. ടർബൈൻ കറക്കുന്ന സമയത്ത് എന്താണ്, ചലിക്കാൻ തുടങ്ങി, യാന്ത്രികോർജം. അപ്പൊ സ്ഥിതികോർജം ഗതികോർജമാവുന്നു, ഗതികോർജം യാന്ത്രികോർജമാവുന്നു. ആ ടർബൈൻ കറങ്ങി അതിന്റെ ഫലമായിട്ട് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. അതായത് ഉയരത്തിലുള്ള ഡാമില് ശേഖരിച്ചിരിക്കുന്ന വെള്ളത്തിന് സ്ഥിതികോർജമുണ്ട്, അത് ഒഴുക്കുമ്പോൾ ഗതികോർജമാകും. ആ ഒഴുക്കിൽ ടർബൈൻ കറങ്ങുന്ന സമയത്ത് ചലിക്കാൻ തുടങ്ങും, അല്ലെ, ചലനവുമായി ബന്ധപ്പെട്ട ഊർജ്ജം യാന്ത്രികോർജമാവും. അതിനെ അപ്പം തന്നെ ജനറേറ്റർ എന്താക്കി മാറ്റും, വൈദ്യുതോർജമാക്കി മാറ്റും. അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ ഊർജ്ജ പരിവർത്തനം. ഇനി നേരെ മറിച്ച് തെർമൽ പവർ സ്റ്റേഷനിൽ എന്താ നടക്കുന്നത്, അവിടെ ഇന്ധനങ്ങൾ കത്തിക്കും. അതായത് ഉയർന്ന കലോറിക് മൂല്യമുള്ള കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിച്ച് ജലം ചൂടാക്കും. ജലം ചൂടാക്കിയിട്ട് നീരാവിയാക്കും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കും. ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കും. സോ അവിടെ ആദ്യം ചെയ്യുന്ന താപോർജ്ജമാണ്. ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് താപോർജ്ജത്തിന് മുമ്പ് ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. അപ്പൊ ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് എന്ത്, രാസോർജ്ജം എന്ന് പറയുന്നത്. ആ ഇന്ധനം കത്തുമ്പോൾ രാസോർജ്ജം താപോർജ്ജമാകും. ആ താപോർജ്ജം ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ജലം തിളപ്പിച്ച് നീരാവിയാക്കും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കും. അപ്പോൾ ആദ്യം രാസോർജ്ജം, അത് പിന്നീട് താപോർജ്ജമാകും, പിന്നെ ടർബൈൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജ്ജമാകും, പിന്നെ അത് വൈദ്യുതോർജ്ജമാകും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്നത് ഇന്ധനങ്ങൾ കത്തിച്ചിട്ടാണെന്ന് ആലോചിക്കുക. രാസോർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. അവസാനത്തെ സെയിം ആണ്, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഇനി അടുത്തത് നാഫ്ത, ലിഗ്നൈറ്റ്, കൽക്കരി ഒക്കെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ചിട്ട്, അവിടെ ന്യൂക്ലിയർ ഊർജമാണ്,
ജലം വീണ്ടും തിളപ്പിക്കുന്നു, നീരാവിയാക്കുന്നു. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കും. അപ്പൊ ന്യൂക്ലിയർ ഊർജം താപോർജമായിട്ട് മാറുന്നുണ്ട്. ന്യൂക്ലിയർ ഊർജത്തെ താപോർജമാക്കും. ആ താപോർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കും, യാന്ത്രികോർജമാകും വൈദ്യുതോർജം. അപ്പൊ ആകെയുള്ള വ്യത്യാസം, തെർമൽ പവർ പ്ലാന്റിൽ രാസോർജമാണ് താപോർജമാവുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ന്യൂക്ലിയർ ഊർജം. എന്താണ് ഈ ആണവോർജം എന്ന് പറയുന്നത്? എന്താണ് ആണവോർജം? അപ്പൊ നമുക്ക് കുറച്ച് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ, ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് കുറച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടക്കുന്നത് അണുവിഘടനമാണ് അല്ലെ, നിയന്ത്രിതമായ രീതിയിൽ അണുവിഘടനമാണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം കേട്ടോ. അണുവിഘടനമാണ്. അണുവിഘടനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ന്യൂക്ലിയസ് ചെറിയ ചെറിയ ന്യൂക്ലിയസുകളായി മാറുന്ന പ്രക്രിയയാണ്. അപ്പൊ ഒരു വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആവാന്ന് വിചാരിച്ചു. ഈ വലിയ ന്യൂക്ലിയസിന്റെ മാസ് 10 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചു. അത് ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയി മാറുമ്പം ചിലപ്പോൾ ഒരു 9 കിലോഗ്രാം ആയിരിക്കും ലഭിക്കുക. ചെറിയ രീതിയിൽ ഒരു മാസിന് കുറവ് വരും അല്ലെ. ആ കുറവ് വരുന്ന മാസ് ആണ് നമ്മുടെ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് വരുന്നുണ്ട് ടെക്സ്റ്റില്, E = mc². ഈ കുറവ് വരുന്ന മാസ് ആണ്. അതിപ്പോ ഇവിടെ വന്നത് 1 കിലോഗ്രാം ആണ് അല്ലെ. 1 ഗുണിക്കണം c എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗത, 3 ഗുണിക്കണം 10⁸ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ ഊർജം, ആണവോർജം ഉണ്ടാവുന്നത്. ആണവോർജം ഉണ്ടാവുന്ന അണു റിയാക്ടറുകളിൽ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് അണുവിഘടനം. വലിയൊരു ന്യൂക്ലിയസ് ചെറിയ ചെറിയ ന്യൂക്ലിയസുകളായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ അണുവിഘടനം. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഈ വലിയ ന്യൂക്ലിയസുകളിൽ ന്യൂട്രോണിനെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ടാണ് ഇത് ചെറിയ ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തെറ്റായ പ്രസ്താവന. നിയന്ത്രിത ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ആണവോർജം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയല്ലേ? ന്യൂക്ലിയർ ഫിഷൻ അല്ലെ, അണുവിഘടന പ്രക്രിയയാണ്. അത് വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം നടത്താൻ വേണ്ടി. അല്ലെങ്കിൽ എന്താണ്? അനിയന്ത്രിതമാണെങ്കിൽ പൊട്ടിത്തെറി. ആറ്റം ബോംബിലൊക്കെ അനിയന്ത്രിതമാണ് ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബുകളിൽ അനിയന്ത്രിതമാണ്. പക്ഷെ അത് നിയന്ത്രിതമായ രീതിയിൽ നടത്തുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ. ശരിയാണ്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് കൺട്രോൾ റോഡ്സ്, മോഡറേറ്റർ എന്നിവ. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ഇനി വരുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ പല ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്നൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആണ് അല്ലെ, കട്ടിയുള്ള ഒരു ആവരണം ഉണ്ടാകും, ഈ റേഡിയേഷൻസ് ഒന്നും പുറത്തു പോകാതിരിക്കാൻ. മറ്റൊരു സംവിധാനമാണ് ഞാൻ പറഞ്ഞു അതായത് ഒരു വലിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിച്ചിട്ടാണ് ഇതിനെ വിഘടിപ്പിക്കുന്നത്. അപ്പം 2-3 ചെറിയ ന്യൂക്ലിയസുകൾ ഉണ്ടാവും, ഒപ്പം 3 ന്യൂട്രോണുകളും ഉണ്ടാകും. എന്തുണ്ടാകും? അപ്പോൾ ഒരു ന്യൂട്രോൺ വന്ന് ഒരു ന്യൂക്ലിയസിനെ ഇടിച്ചു കഴിഞ്ഞാൽ 3 ന്യൂട്രോണുകൾ ഉണ്ടാവും. ഈ 3 ന്യൂട്രോണുകൾ പരക്കം പാഞ്ഞിട്ട് ബാക്കിയുള്ള ന്യൂക്ലിയസുകളെ ഇടിപ്പിക്കും. അപ്പൊ വീണ്ടും ന്യൂട്രോണുകൾ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരും, അവ പോയിട്ട് ബാക്കിയുള്ളവരെ ഇടിക്കും. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ തുടരും. അപ്പൊ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നിർത്തണം അല്ലെ. നിർത്തണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ന്യൂട്രോൺസിന്റെ വേഗത കുറയ്ക്കണം, അതിനാണ് മോഡറേറ്റർ. അല്ലെങ്കിൽ ന്യൂട്രോൺസ് പറഞ്ഞാൽ കേൾക്കാത്തവരെ അങ്ങ് ആഗിരണം ചെയ്യണം, അതിനാണ് കൺട്രോൾ റോഡ്സ്. അപ്പൊ അതും ശരിയാണ്. ഇതെന്താണെന്നുള്ള വിശദമായിട്ട് വരുന്നുണ്ട്. ഏറ്റവും മികച്ച ന്യൂക്ലിയർ ഇന്ധനം യുറേനിയം 235 ആണ്. ഒരു സംശയമില്ല, ശരിയാണ്. ഏറ്റവും മികച്ചൊരു ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം 235. ആണവോർജം ഗ്രീൻ എനർജി വിഭാഗത്തിലാണോ പെടുന്നത്? തെറ്റാണ്. ആണവോർജം ഏത് വിഭാഗത്തിലാണ്? ബ്രൗൺ എനർജി വിഭാഗത്തിലാണ്. സോ ഇവിടെ തെറ്റായിട്ടുള്ളത് ഡി ആണ് കേട്ടോ. ആൻസർ ഡി ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണവോർജം 2 രീതികളിൽ ഉണ്ടാക്കാം. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ അണുവിഘടനം. ഒരു വലിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിച്ച് അല്ലെങ്കിൽ ന്യൂട്രോൺ ഉപയോഗിച്ചിട്ട് ഭാരം കുറഞ്ഞ ചെറിയ ചെറിയ ന്യൂക്ലിയസുകളാക്കി മാറ്റും. അങ്ങനെ ഒരു വലിയ ന്യൂക്ലിയസിനെ ചെറിയ ന്യൂക്ലിയസ് ആക്കുമ്പം ചെറിയ രീതിയിലുള്ള ഒരു പിണ്ഡ വ്യത്യാസം അവിടെ വരും അല്ലേ. ഇപ്പൊ വലുതിന്റെ ഭാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 കിലോഗ്രാം ആണെങ്കിൽ ചെറുതുങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 9 ഉണ്ടാവും. വലുതിന്റെ ഭാരം നോക്കൂ, ഒരു 10 എണ്ണം ഉണ്ട്, പക്ഷെ ഉണ്ടായി വന്ന ചെറുതെല്ലാം കൂടെ ചേർത്ത് ഒരു 9 ഉള്ളൂ. സോ 10 - 9, 1 കിലോഗ്രാം അവിടെ പിണ്ഡനഷ്ടം ഉണ്ടായി. ഈ പിണ്ഡനഷ്ടം ഉണ്ടാവുന്നതാണ് എന്തായി മാറുന്നത്? ഞാൻ പറഞ്ഞു ഐൻസ്റ്റീന്റെ സമവാക്യം ഉപയോഗിച്ചിട്ട് ഊർജമായിട്ട് മാറുന്നത്. ഏത് സമവാക്യമാണത്? E = mc². എം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഗുണിക്കണം സി, 3 ഗുണിക്കണം 10⁸ സ്ക്വയർ. അപ്പൊ അത്രയും ഊർജം വരും. 9 ഗുണിക്കണം 10⁻16 കിലോഗ്രാം. ഇത്രയും ഊർജമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ വഴി ഊർജം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഉണ്ടാവുന്നത് ഏത് നിയമം വെച്ചാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഇതാ ഐൻസ്റ്റീന്റെ
ദ്രവ്യ സംരക്ഷണ നിയമം അല്ലെങ്കിൽ E = mc² എന്ന സമവാക്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഊർജം കിട്ടി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ m എന്ന് പറയുന്നത് ആ വ്യത്യാസം വരുന്ന പിണ്ഡമാണ് കേട്ടോ. അതായത് ഒരു വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസുകളാവുമ്പോൾ ഒരു ചെറിയ പിണ്ഡ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇവിടെ m. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത്, ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് നിയന്ത്രിതമായ രീതികളിലാണ് അല്ലേ. നിയന്ത്രിതമായ രീതികളിൽ ആണവ റിയാക്ടറുകളിലാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ആണവോർജം ഉണ്ടാകും. ആ ആണവോർജത്തെ താപോർജമാക്കും, അത് യാന്ത്രികോർജമാവും, അതിനുശേഷം അത് വൈദ്യുതോർജമാവും. ഇതാണ് ആണവ റിയാക്ടറുകളിൽ നടക്കുന്നത്. ഇനി നിയന്ത്രിതമല്ലാത്ത രീതിയിൽ വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് എവിടെയാണ്? ആറ്റം ബോംബുകളിലാണ് കേട്ടോ. ആറ്റം ബോംബ് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂട്രോൺ വന്നിട്ട് ഒരു യുറേനിയം 235 ന്യൂക്ലിയസിനെ ഇടിച്ചു. അത് 2 ചെറിയ ബേരിയവും ക്രിപ്റ്റോണുമായി മാറി. ഒപ്പം നോക്കൂ, 3 ന്യൂട്രോണുകളാണ് ഉണ്ടാവുന്നത്. ഇതാണ് ചെയിൻ റിയാക്ഷൻ. ഈ 3 എണ്ണം പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇടിക്കും. അപ്പൊ വീണ്ടും ഇതേപോലെ ന്യൂട്രോണുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ആഗിരണം, ഒന്നുകിൽ ആഗിരണം ചെയ്യുക. അതിന് നമ്മൾ കൺട്രോൾ റോഡ്സ് അഥവാ നിയന്ത്രണ ദണ്ഡുകൾ, ബോറോൺ, കാഡ്മിയം. ആണവ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ഉപയോഗിക്കുന്നത് ബോറോണും കാഡ്മിയം ഒക്കെയാണ്. അല്ലെങ്കിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടി മോഡറേറ്ററുകൾ വേണം. ഘനജലം D2O അല്ലേ, ഹൈഡ്രജന്റെ ഹെവി ന്യൂക്ലിയസ് ആയ ഡ്യൂട്ടീരിയം ഉപയോഗിച്ചുണ്ടാവുന്ന വെള്ളമാണ് ഘനജലം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗത കുറയ്ക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ന്യൂക്ലിയർ റിയാക്ടറിൽ സാധാരണയായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ഏതാണ്? സമ്പുഷ്ട യുറേനിയമാണ്. യുറേനിയം 235 കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള യുറേനിയമാണ് യുറേനിയം 235. ചില ഇന്ധനങ്ങളിൽ കാർബൈഡ് ഇന്ധനം, അതായത് യുറേനിയം കാർബൈഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. ഇതിന്റെ ഫലമായിട്ട് ഭയങ്കര രീതിയിലുള്ള എന്തുണ്ടാവുന്നുണ്ട്? വികിരണങ്ങളും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്തായിരുന്നു? ചെറിയ ചെറിയ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് വലിയ ന്യൂക്ലിയസ് ആയി മാറുക. അവിടെയും ഒരു പിണ്ഡ വ്യത്യാസം ഉണ്ടാകും. അതാണ് അവിടെയും ഊർജമായി മാറുന്നത്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ഊർജം ഉണ്ടാവുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്, സംയോജനം വഴിയാണ്. സൂര്യനിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്നാണ് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. ഇനി നിയന്ത്രിതമായ രീതിയിൽ ഫ്യൂഷൻ നടത്തുക എന്ന് പറയുന്ന പ്രായോഗിക അല്ല കേട്ടോ. ഹൈഡ്രജൻ ബോംബൊക്കെ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആണവ മലിനീകരണം ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ വികിരണങ്ങൾ ഉണ്ടാകും. അത് മനുഷ്യനും മറ്റ് ജീവി വിഭാഗങ്ങൾക്കും വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന വികിരണങ്ങളാണ്. അപ്പൊ ആണവ വികിരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ചിഹ്നമാണ് കേട്ടോ. അതൊരു ഫാന് പോലത്തെ ചിഹ്നം മഞ്ഞ പ്രതലത്തിൽ, അത് ഓർത്ത് വെക്കുക കേട്ടോ. കൃത്യമായിട്ട് ആണവ വികിരണം എവിടെയെങ്കിലും, ചെർണോബിൽ ആണവ ദുരന്തമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കുക. അപ്പോൾ അത്തരം സാധ്യത മേഖലകളിൽ കഴിയുന്നതും ജനവാസം കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആണവ മലിനീകരണം നേരിടാനുള്ള ചില പ്രതിവിധികൾ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സോളാർ സെല്ലിൽ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന പ്രഭാവം. സോളാർ സെല്ലിൽ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നത് സോളാർ സെല്ലാണ് അല്ലേ. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. എന്താണ്? ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് വഴിയാണ് സൗരോർജത്തെ എന്തൂർജമാക്കി മാറ്റുന്നത്? വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. ഓക്കെ, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണത്തെ സോളാർ സെൽ എന്ന് പറയുന്നു. സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. അപ്പൊ ഒരു P റീജിയനും ഉണ്ടാകും, N റീജിയനും ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു P റീജിയൻ, പോസിറ്റീവ് ചാർജ് ഉള്ള മേഖല, തൽക്കാലം അങ്ങനെ ആലോചിക്കുക. ഒരു N റീജിയൻ, ഇലക്ട്രോണുകൾ കൂടുതലായിട്ടുള്ള ഭാഗം. ഇതിൽ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ കൂടുതലാണ്. അവിടുന്ന് ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാകും. ആ ഇലക്ട്രോൺ പ്രവാഹമാണ് ഇവിടെ വൈദ്യുതോർജം ഉണ്ടാവാനുള്ള കാരണം. ഇതാണ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സോളാർ സെല്ലുകൾ ക്രമമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണെന്ത്? സോളാർ പാനൽ എന്ന് പറയുന്നത് അല്ലെ. അനേകം സോളാർ സെല്ലുകളുടെ ക്രമീകരണത്തെ നമ്മൾ എന്ത് പറയും? സോളാർ പാനൽ എന്ന് പറയും. സോളാർ പാനൽ. അപ്പൊ ഈ സൗരോർജം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാനും കൃത്രിമോപഗ്രഹങ്ങളിലുമൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? സൗരോർജം ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. SVP എന്ന് പറയുന്നത് എന്താണ്? ആയിരക്കണക്കിന് കിലോവാട്ട് വൈദ്യുതോർജം ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ക്രമീകരണമാണ് സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റ്. സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്, ആ ക്രമീകരണം ശ്രദ്ധിക്കുക. നമ്മളിതാ സോളാർ തെർമൽ പ്ലാന്റ് എന്ന് പറയുന്നത്, അവിടെ കുറെ കോൺകേവ് റിഫ്ലക്ടറുകൾ ഉണ്ടാവും. അതായത് സൂര്യരശ്മികളെ കറക്റ്റായിട്ട് പൈപ്പുകളിലുള്ള ജലത്തിലേക്ക് എത്തിക്കണം. അപ്പൊ അവിടെയും സൗരോർജം ഉപയോഗിച്ചിട്ട്
ജലം നല്ല രീതിയിൽ തിളപ്പിക്കും. ആ താപോർജ്ജം ഉപയോഗിച്ചിട്ട് ജലം നല്ല രീതിയിൽ ചൂടാക്കും. സൗരോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റും. അതുപയോഗിച്ച് ജലം ചൂടാക്കും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കിയിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പൊ വലിയ രീതിയിൽ, അപ്പൊ സോളാർ സെല്ലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ പറ്റൂ. വലിയ രീതിയിൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണമാണ് സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ. സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ. ആയിരക്കണക്കിന് കിലോ വാട്ടാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി അവര് KCBക്ക് കൊടുക്കുന്നുണ്ട്. ഇനി സൗരോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണം അങ്ങനെ ജസ്റ്റ് ചോദിക്കുള്ളൂ. സോളാർ കുക്കർ. ഏതാണ്? സോളാർ കുക്കർ. സൗരോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണം സോളാർ കുക്കർ. അതുപോലെ മറ്റൊന്നാണ് സോളാർ വാട്ടർ ഹീറ്റർ. വെള്ളം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ. ഇപ്പൊ സോളാർ തെർമൽ പവർ പ്ലാന്റ് മനസ്സിലായല്ലോ. അവിടെ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. അതിന് കോൺകേവ് റിഫ്ലക്ടർ എന്തിനാ? പ്രകാശരശ്മികൾ വന്ന് തട്ടുന്നതിനെ കറക്റ്റ് ആയിട്ട് ആ പൈപ്പിൽ സംഭരിച്ചിരിക്കുന്ന കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ട് ആ വെള്ളത്തിലേക്ക് കടത്തിവിടാൻ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കോൺകേവ് റിഫ്ലക്ടറുകൾ വെച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ജലം തിളയ്ക്കും, അത് നീരാവിയാകും. ആ നീരാവി ഉപയോഗിച്ച് നമുക്ക് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ ഉള്ളത് രാജസ്ഥാനിലാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാൻ. അടുത്തതാണ് കാറ്റിൽ നിന്നുള്ള ഊർജം. ഈ പറഞ്ഞതുപോലെ കാറ്റിൽ നിന്നുള്ള ആ ഊർജം ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? കാറ്റിൽ നിന്ന് ഊർജം ഉണ്ടാക്കുന്ന വിൻഡ് മില്ലുകൾ. ഒരു നല്ല ഊർജ്ജ രൂപമാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഊർജ്ജ രൂപമാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് ഭയങ്കര പരിമിതികളുണ്ട് അല്ലെ. നന്നായി കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് ക്രമീകരിക്കാൻ പറ്റൂ. കാറ്റില്ലാത്തപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ രീതിയിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് സ്ഥലം വേണം. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസിന് നല്ല രീതിയിലുള്ള ചെലവുണ്ട്. പിന്നെ പേമാരി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കാറ്റാടികൾക്ക് കേടുപാടുകൾ വരും. അത് പരിഹരിക്കാൻ നല്ല രീതിയിലുള്ള പൈസ ഇറക്കണം. അപ്പൊ കാറ്റിൽ നിന്ന് ഒരുപാട് വൈദ്യുതോർജ്ജം ഉണ്ടാക്കണമെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലത്ത് വേണം. നമ്മുടെ രാമക്കൽമേടൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കാറ്റാടികളുണ്ട്. അപ്പൊ അത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡെൻമാർക്കാണ് അല്ലെ. അവിടുത്തെ എന്താ പറയുന്നത്, വൈദ്യുതിയുടെ 25% കാറ്റാടി പാടങ്ങളിലൂടെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. തമിഴ്നാട്ടിലും അതുപോലെ നല്ല രീതിയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. അടുത്തത് നോക്കൂ, കടലിൽ നിന്നുള്ള ഊർജം. കടലിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങളിൽ നിന്ന് ഊർജം കിട്ടും കേട്ടോ. തിരമാല, ശക്തമായ തിരമാലകൾക്ക് യാന്ത്രികോർജ്ജം ഉണ്ട് അല്ലെ. അതുപയോഗിച്ച് ടർബൈൻ കറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ വേലിയേറ്റം, സമുദ്രതാപം. സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ താപനിലയും ഉൾഭാഗത്തെ ആഴക്കടലിലെ താപനിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ആ വ്യത്യാസം അടിസ്ഥാനമാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഊർജം ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ ആദ്യമായിട്ട് വേലിയേറ്റോർജം. ശക്തമായ രീതിയിലുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഈ വേലിയേറ്റം വഴി ഊർജം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷെ കേരളത്തിലൊക്കെ എന്താണ്, വലിയ രീതിയിലുള്ള വേലിയേറ്റങ്ങൾ ഇല്ല. അതുകൊണ്ട് ഈ രീതി കേരളത്തിൽ പ്രാക്ടിക്കൽ അല്ല. അടുത്ത തിരമാലയിൽ നിന്നുള്ള, ഈ പറഞ്ഞ പോലെ ശക്തമായ തിരമാലകൾ ഉണ്ടെങ്കിൽ ആ തിരമാലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഊർജം ഉൽപ്പാദിപ്പിക്കാം. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കേരളത്തിൽ വിഴിഞ്ഞം അല്ലെ, എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതാണ് സമുദ്ര താപോർജം, ഓഷ്യൻ തെർമൽ എനർജി. സമുദ്രത്തിന്റെ ഉപരിതലം സൂര്യരശ്മികൾ കൊണ്ട് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ അടിഭാഗത്തേക്ക് താപനിലയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തിയിട്ട് സമുദ്ര താപോർജം ഉപയോഗിച്ച് ഊർജം ഉണ്ടാക്കുന്നവയാണ് ഒട്ടെക് എന്ന് പറയുന്നത്. എന്താണ്? ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ ഒട്ടെക്. തെറ്റിക്കരുതേ, ഇവിടെ ഒട്ടെക് എന്നുണ്ട്. സമുദ്രത്തിന്റെ അതായത് സമുദ്ര ഉപരിതലത്തിലെ താപനിലയും ഏകദേശം ഉപരിതലത്തിൽ നിന്ന് 2 കിലോമീറ്റർ താഴെയുള്ള ജലത്തിന്റെ താപനിലയും തമ്മിൽ ഏകദേശം 20 കെൽവിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, 20 കെൽവിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ താപനില ഡിഫറൻസ് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ദ്രാവകത്തെ തിളപ്പിച്ച് ബാഷ്പീകരിക്കുന്നു. ആ വാതകം എന്നിട്ട് ആ നീരാവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ആ ബാഷ്പം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി, അതായത് നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ, നമ്മൾ താമസിക്കുന്ന ഈ പുറംഭാഗമൊക്കെ നല്ല രീതിയിൽ തണുത്തതാണെങ്കിലും ഉൾഭാഗം ഇപ്പോഴും തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം കനം കുറഞ്ഞ ഭൂമിയുടെ പ്രതലങ്ങളിലൂടെ ഈ ഉൾഭാഗത്തുള്ള തിളച്ചു മറഞ്ഞ മാഗ്മ പുറത്തു വരും. അപ്പൊ ആ ഭാഗത്തുള്ള ഭൂഗർഭജലവും ഇതിന്റെ സാന്നിധ്യം കൊണ്ട് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടാകും. ആ ചൂട് നീരുറവകൾ ഉപയോഗിച്ച്
വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ് ജിയോ തെർമൽ എനർജി പവർ പ്ലാന്റുകൾ. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയുമാണ് ഊർജ്ജം നമ്മളെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോൾ ടെസ്റ്റ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും, നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.